മത്തായി 27:32. അവർ പോകുമ്പോൾ ശിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഭടന്മാർ കർത്താവിനെ അടിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് വീഴുകയും കർത്താവ് ആ ക്രൂശ് ചുമന്നുകൊണ്ട് പോവുകയാണ്, വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് കുറേനക്കാരനെ ശിമോൻ എന്നൊരാൾ വരുന്നത്. അവനോട് പറഞ്ഞു കർത്താവിനെ ക്രൂശ് നോക്കണം. അവനെ നിർബന്ധിച്ചു. മർക്കോസിൽ എഴുതിയിരിക്കുന്നു, മാർക്കോസ് 15:21, അലക്സണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു എന്ന്. അപ്പോൾ അലക്സണ്ടർ, രൂഫോസ് 2 മക്കൾ ശിമോനുണ്ട്. അവൻ വയലിൽ നിന്ന് വരുന്നതാണെന്ന് എഴുതിയിരിക്കുന്നു. അവിടെയും കർത്താവിൻ്റെ ക്രൂശ് ചുമപ്പാൻ പടയാളി അവരെ നിർബന്ധിച്ചു. ലൂക്കോസിൽ വരുമ്പോൾ 23:26, അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ആ കുറേനക്കാരനായ ശിമോനെ പട്ടാളക്കാർ നിർബന്ധിച്ചിട്ട് അവൻ വരാത്തത് കൊണ്ടാണ് അവനെ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് കർത്താവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ആ ശിമോൻ കർത്താവിൻ്റെ ക്രൂശ് ചുമന്ന് കർത്താവിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ആ ശിമോൻ്റെ മക്കളുടെയും പേര് ഈ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ ഇടയായി. കർത്താവിനെ ക്രൂശ് ചുമന്നതുകൊണ്ട് അലക്സണ്ടറും രൂഫോസും എന്തായി തീർന്നെന്ന് അപ്പോസ്തലപ്രവർത്തനം 19:33 അലക്സണ്ടറിനെ പറ്റിയും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 16:13 കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും അവൻ്റെ അമ്മയും വന്ദനം ചെയ്യുന്നു എന്നും എഴുതിയിരിക്കുന്നു. രണ്ടുപേരും കർത്താവിൻ്റെ വേല ചെയ്തു കർത്താവരെ അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ശിമോൻ്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ആരെയും കർത്താവ് തള്ളിക്കളയുന്നില്ല. കർത്താവ് നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവരുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവെ, നിൻ്റെ ക്രൂശ് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലമുറകളെ കർത്താവിൻ്റെ സന്നിധിയിലൂടെ നമ്മൾ കർത്താവെ ആ വിശ്വാസം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ യാതൊരു ദോഷങ്ങളും ചെന്ന് ചാടുകയില്ല. എൻ്റെ കർത്താവ് അവരെ പൊന്നുപോലെ സംരക്ഷിക്കും. കർത്താവിൻ്റെ രക്തം കൊണ്ട് കർത്താവിൻ്റെ കോട്ട കെട്ടി സൂക്ഷിക്കും. കർത്താവ് അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും. ഒരു ദോഷവും കർത്താവ് അവരെ പരിപാലിക്കും. നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൽ നമുക്ക് വിശ്വാസം, നമുക്കിപ്പോൾ തന്നെ കർത്താവിൻ്റെ